ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമല്ലാത്തൊരു ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും അറിയില്ല കേട്ടോ ഇത് ബീട്രൂട്ട് കൊണ്ടിട്ടാണ് ചെയ്തെടുക്കണേന്നുള്ളത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജ്യൂസിലേക്ക് എടുക്കുമ്പോഴും വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെന്ത ബീട്രൂട്ടാണിത്. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ കറക്റ്റ് വേവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ഞാനിതൊന്ന് അരിക്കുന്നുണ്ട്. വലിയ കട്ടകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്മൂത്താകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ തരിയൊന്നും ഇല്ല, എല്ലാം തന്നെ വേവിച്ച കാരണം നന്നായിട്ടൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇതിലേക്ക് ആ ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാട്ടോ ചേർക്കണത്. മിൽക്ക് മെയ്ഡും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. വേറെ എസെൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മാത്രം പോരാ, കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ട്രിപ്പായിട്ട് ഫുള്ള് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു എന്താ പറയുക, നല്ല തണുപ്പിൽ വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. എന്നാലാണ് ആ കറക്റ്റ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത പാല് നമ്മൾ തിളപ്പിച്ചാറ്റിയിട്ട് അത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലോണം ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ കാഷ്യൂസ് ഇടുക, അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം തണുപ്പ് കിട്ടിയാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഐസ് ക്യൂബ്സും പിന്നെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കിവിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഡ്രൈഡ് ആയിട്ടുള്ള കിവിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് കാഷ്യൂസൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിടാണ്. അപ്പോൾ നമ്മൾ ഷെയ്ക്കൊക്കെ കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടില്ല, അതുപോലെ കുറച്ച് അധികം ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം അത് ബീട്രൂട്ടാണെന്ന് ആരും പറയില്ല. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുടിച്ചോളും. തീർച്ചയായിട്ടും ബീട്രൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.